ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ്, കിത്താബ് തുടങ്ങിയ നാടകങ്ങളൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കിത്താബിലൊരു പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ സ്ത്രീകൾക്കായിട്ട് ഹൂറന്മാരുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. റഫീഖ് മംഗലശ്ശേരിയാണ് അതിന്റെ സംവിധാനവും എഴുത്തുമൊക്കെ നിർവഹിച്ചത്. അത് വടകര ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 2018 ഒന്നാം സമ്മാന നാടകം നേടി വലിയ വിവാദം അതുണ്ടാക്കി. ആ വിവാദം ആരാണ് വിവാദം ഉണ്ടാക്കിയത്? ഇസ്ലാമിക മതമൗലികവാദികൾ. അതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അത് കളിക്കാനായിട്ട് സാധിച്ചില്ല. കുറേയധികം സാംസ്കാരിക പ്രവർത്തകർ ആദ്യം ഇപ്പം സച്ചിദാനന്ദനെ പോലുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിന് പിന്തുണയായിട്ട് വന്നെങ്കിലും പിന്നീട് ആ പിന്തുണ പിൻവലിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായി. ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് നമുക്കറിയാം, PJ ആന്റണിയുടെ നാടകം. അത് അന്ന് തന്നെ സഭകളുടെ സഭകളുടെ കുരു പൊട്ടിപ്പിച്ച ഒരു നാടകമാണ്. ഇപ്പൊ മീസ നാടകം വിവാദമായിരിക്കുകയാണ്. സ്ത്രീയുടെ അർദ്ധനഗ്നതയിലാണ് കുറേയധികം സദാചാര വാണങ്ങൾ, യഥാർത്ഥത്തിൽ ന്യൂ ജനറേഷന്റെ വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ കുരുപൊട്ടിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് നമ്മളിൽ ഈ സദാചാരം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ സദാചാരം ആരാണെന്ന് അന്വേഷിക്കണ്ടേ? സദാചാരം എന്താണെന്ന് അന്വേഷിക്കണ്ടേ? ഇതിൽ ഒന്നേ ഉള്ളൂ. ജോയ് മാത്യു സാർ പറഞ്ഞതുപോലെ ഔചിത്യബോധം എന്ന് പറഞ്ഞ വാക്കുണ്ട്. വലിയ വാക്കാണ്, വലിയ വ്യാപ്തിയുള്ള വാക്കാണ്. ഔചിത്യബോധം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സാഹിത്യ രംഗത്തും സ്പോർട്സ് ഏത് രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഔചിത്യബോധം വേണം. ഇന്ന് ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് 3-4 നാടകങ്ങളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ കക്ഷികളും എടുത്ത നിലപാടുകൾ തങ്ങൾക്ക് എങ്ങനെ വോട്ട് കിട്ടും എന്നുള്ള രീതിയിലല്ലാതെ നാടകത്തോടുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ടായിരുന്നു നിലപാടെടുത്തിട്ടില്ല. കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പം ആറാം തിരുമുറിവ് ആലപ്പുഴ വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പം സഭയിലെ കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. കുറേ ആൾക്കാരുടെ എതിർപ്പിനെ തുടർന്ന് ആ നാടകം നിരോധിച്ചു. അപ്പോൾ നമ്മുടെ മലയാളി ഇപ്പോഴത്തെ സാംസ്കാരിക നായകന്മാർ അന്ന് ജീവിച്ചിരുന്നവർ ഉൾപ്പെടെ എല്ലാവരും അതിന് ശക്തമായി പ്രതിഷേധിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉടനെ CPM-ൻ്റെ ആൾക്കാർ, CPM ആണല്ലോ ഇതിൻ്റെ പ്രൊട്ടക്ടർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നാടകം, കല തുടങ്ങിയവയുടെ എല്ലാം സംഹാരകരും അതിനെ സംവിധാനം ചെയ്യുന്നവർ അവർ തന്നെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, CPM അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എല്ലാ സൗകര്യവും ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ സംഭവിച്ചത് നയനാർ അധികാരത്തിൽ വന്നിട്ടും പിന്നീട് വന്ന ഗവൺമെൻറ്റുകളുടെ അധികാരത്തിൽ വന്നിട്ടും ഈ നാടകം പ്രദർശിപ്പിക്കാനോ അഭിനയിക്കാനോ ഏതെങ്കിലും സ്റ്റേജിൽ എത്തിക്കാനോ ഉള്ള യാതൊരു സഹായവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ നിരോധനം ഫലത്തിൽ പ്രായോഗികമായിട്ട് തുടരുക തന്നെ ചെയ്തു. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആര് മുറവിളി കൂട്ടിയാലും ഒന്ന് മനസ്സിലാക്കണം, അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവൻ്റെ ആവശ്യം അവൻ്റെ താല്പര്യങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞ നാടകത്തിൽ കമൻറ്റ് താങ്കൾ പറഞ്ഞു, ഇവിടെ ഹൂറിമാരുണ്ടോ അല്ലെ ഹൂറന്മാരുണ്ടോ, അവർക്ക് ബദലായിട്ട് ഹൂറന്മാരുണ്ടോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന നാടകമാണ്. ആരാണത് സംവിധാനം ചെയ്തത്? അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജീവിച്ചു വളർന്ന ഒരാളാണ് റഫീഖ് മംഗലശ്ശേരി. അദ്ദേഹം അറിയപ്പെടുന്ന മത്സര നാടകങ്ങൾക്കൊക്കെ നാടകം ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനാണ് കേരളത്തിൽ. അല്ല, മംഗലശ്ശേരിയുടെ നാടകം, ഈ കിതാബ് എന്ന് പറയുന്ന നാടകം മുസ്ലിം സമുദായത്തിൻ്റെ ചില വികാരങ്ങളെ, മുസ്ലിം സമുദായത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു, അല്ലെ അതിനെ ഇൻസൾട്ട് ചെയ്യുന്നു, ഹർട്ട് ചെയ്യുന്നു എന്നുള്ള വാദമാണ് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് വേണ്ടയോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഇസ്ലാമിക് സൊസൈറ്റിയാണ്. പക്ഷേ അതിൻ്റെ പുറകെ രാഷ്ട്രീയ നേതൃത്വം പോവുകയാണ്. ഈ നാടകം കിതാബ് അങ്ങനെ ആയപ്പോഴാണ് ഇവിടെ DYFIയുടെ സ്റ്റേജിൽ മിസ്സ അവതരിപ്പിക്കുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. DYFIയുടെ സ്റ്റേജിൽ മിസ്സ അവതരിപ്പിക്കുന്ന അടിയന്തരാവസ്ഥ കാലം, 1975-76 കാലഘട്ടത്തിൽ നടന്ന ഇതിൻ്റെ ആവിഷ്കരണം നടക്കുന്നത്. അപ്പോൾ അതിന് ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ പരസ്യമായിട്ട് ഒരു സ്ത്രീയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അർത്ഥനഗ്നയായി കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അങ്ങനെ സ്റ്റേജിൽ തൊട്ടടുത്ത കാരണം നാടകത്തിൽ കാണിക്കാറില്ല, സിനിമയെ കാണിക്കും. ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സാങ്കല്പികമായിട്ടാണ് സിനിമയെ കാണിക്കുകയാണെങ്കിൽ നാടകത്തിൽ കാണിക്കുന്നത് അല്ല, അത് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ കാണിക്കാറില്ല. ഞാൻ അതാണ് ചോദിച്ചത്. മനസ്സിലായി. ആ സാമൂഹിക വ്യവസ്ഥ ആരാ ഉണ്ടാക്കിയത്? ആരാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഈ ഒരു സദാചാര ബോധം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ നേരത്തെ പറയുന്നില്ല. സാമൂഹിക വ്യവസ്ഥയും സദാചാര ബോധവും ആരാണ് ഉണ്ടാക്കിയത്, എന്നാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നാഗാ സന്യാസിമാരുടെ കുംഭമേളയ്ക്ക് തുണി കൊടുക്കാൻ വരും. ലിംഗപൂജ നടത്തുന്ന സ്ത്രീകളുടെ വരെയുണ്ട്.
അത് അവിടെ നടത്തുന്ന ഏത് ഗോത്രത്തിൽ നിന്ന് എല്ലാ സമുദായത്തിലും ചെയ്യുന്നുണ്ടോ? ഹിന്ദുക്കളുടെ എല്ലാ സമ്മേളനങ്ങളും ചെയ്യുന്നുണ്ടോ? ഉത്സവങ്ങൾ ചെയ്യുന്നുണ്ടോ? അവിടുത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ ഡെവലപ്പ് ചെയ്തു വന്ന ചില ഗോത്രവർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ അതുപോലുള്ള മനുഷ്യരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നാഗസന്യാസം അങ്ങനെ നടക്കുന്നത്. അമേരിക്കയിൽ നൂഡിസ്റ്റ് ക്ലബ്ബില്ലേ, പൂർണ്ണമായിട്ട് നഗ്നരുള്ള ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തിൻ്റെ ആചാരം. ഇവിടെ ഈ നാടകം സാധാരണഗതിയിൽ ഇതുവരെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നാടകരംഗത്ത് ഇത് അവതരിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ വൈശാലി സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ ഏറ്റവും നമുക്ക് ചാനൽ ഉദാഹരണം പറഞ്ഞത്, വൈശാലിയെ കൊണ്ടുവന്നപ്പോൾ ഈ സദാചാരബോധത്തോടെ മറ്റേ പയ്യനെ ആ പെണ്ണിനെ കണ്ടിട്ടില്ല, അയാളുടെ പേര് മറന്നുപോയി. ഭരതൻ്റെ സൃഷ്ടി, സ്ത്രീയെ കാണാത്ത അവനിലുണ്ടാകുന്ന വികാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സദാചാരബോധം നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ്. അത് പാവമാണ്, തെറ്റാണ്, നമുക്ക് ക്രമത്തിൽ അവനെ സൊസൈറ്റിയെ പഠിപ്പിക്കുന്നത്. ആ സൊസൈറ്റിയെ ചലഞ്ച് ചെയ്യണമെങ്കിൽ അത് CPM-ൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ സൈൻ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന്, എൻ്റെ ആർഗ്യുമെൻറ്റാണ്. മിസയുടെ പറഞ്ഞ അടിയന്തരാവസ്ഥക്കാലത്തെ അടിച്ചമർത്തലാണ് പറഞ്ഞത്. ഈ അടിച്ചമർത്തൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ആരുടെ കാലത്താണ്? കലാകാരന്മാർക്കെതിരായിട്ട് CPM-നെതിരായിട്ടൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈ, SDP-യുടെ വേറൊരു വിഭാഗം, ജോസഫ് സാറിൻ്റെ കൈ വെട്ടി. എന്തേ ഭയങ്കര പ്രതിഷേധത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയത്? അതിനേക്കാൾ എത്രയോ നിസ്സാരമാണിത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന് പ്രതിഷേധിച്ചൂടെ? ആരുടെ സഭ പോലും പ്രതിഷേധിച്ചില്ല. ജോസഫ് സാറിൻ്റെ സഭ, ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പോലും അതിനകത്ത് പ്രമേയം കൊണ്ട് തീർന്നു. അതിനപ്പുറത്തേക്ക് പോയില്ല. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. അവിടെ വെച്ച് എന്തുകൊണ്ടത് നിന്നുപോയി എന്നുള്ളത്. അതിൻ്റെയൊക്കെ മുമ്പിൽ SDP-ക്ക് ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ ചില ആക്രമണങ്ങൾ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഇത്ര മാത്രം ശക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ചില അഭ്യാസ പ്രകടനങ്ങൾ തന്നെയാണത്. അപ്പോൾ അത് എന്തിനാ സഹായിക്കുന്നത്? ഇസ്ലാമിക മതമൗലികവാദികൾക്ക് ശക്തിയുണ്ട് എന്ന് കേരളീയ സമൂഹത്തെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ കിതാബ് നാടകത്തിൽ തന്നെ സംഭവിക്കുന്നത് ഞങ്ങൾ ശക്തരാണ്. മനസ്സിലായി. ഇവിടെ ഇപ്പം കിതാബ് നാടകത്തിൽ അതാണ് സംഭവിച്ചത്. അതൊരു മതത്തിനെ അല്ലെങ്കിൽ ഒരു മതത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നതിന്റെ പുറത്ത് അത് വിലക്കപ്പെടുന്നു. SDP-യൊക്കെയാണ് അന്ന് പ്രതിഷേധമായിട്ട് വന്നത്. സംസ്ഥാന ഉത്സവ കലോത്സവത്തിൽ പിന്നെ അതിന് പോകാൻ പറ്റിയില്ല. ഇതേ സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ എതിർക്കുന്ന നാടകം 2022 ഇതേ റഫീഖ് മംഗലശ്ശേരി ബൗണ്ടറി എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചു. അത് പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഭയങ്കരമായ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നാടകം നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് അത് കളിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് കിതാബ് കളിപ്പിക്കാത്ത? പോലീസിനെ വിന്യസിപ്പിച്ചിട്ട് കിതാബ് കളിപ്പിക്കാലോ. എന്താ DYFIക്ക് കിതാബ് എന്ന് പറയുന്ന നാടകം മിസ ചെയ്തതുപോലെ അവതരിപ്പിക്കാനുള്ള ചുണ DYFIക്ക് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നല്ലേ താങ്കൾ ചോദിക്കും. ഇല്ലാത്തൊരു സാധനം, ജന്മത്തില്ലാത്തൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലിപ്പോ ഈ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അർദ്ധനഗ്നതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മോഹൻജദാരോയിലെ ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഒരു ശില്പം, ആ ശില്പത്തിന്റെ ചിത്രം ആ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് അവരുടെ ന്യൂഡിറ്റി, അതിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ന്യൂഡായിട്ടുള്ള ഡാൻസിങ് ലേഡി. അതെ, അപ്പൊ ഡാൻസിങ് ഗേൾ. അപ്പൊ അതിന് വസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട് ഈ ഇതിലേക്ക് പ്രത്യക്ഷപ്പെട്ടു ഈ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അത് കുറെ പേര് ഇതല്ലല്ലോ ഇതിന്റെ ഒറിജിനൽ വെർഷൻ, എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം, അത്തരത്തിലുള്ളൊരു ന്യൂഡിറ്റി എന്താണ് പ്രശ്നമാക്കുക എന്നുള്ളത് വിവാദമായി. പിന്നീട് അത് റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ആ വിവാദമൊക്കെ വന്നതിന് ശേഷം പഴയ രീതിയിൽ വീണ്ടും അത് വന്നു. അപ്പോൾ ഇതിനെ കമ്മിറ്റിയിൽ ഹെഡ് ചെയ്തിരുന്ന ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഡാനീനിയോ, അതായത് മൈക്കിൾ ഡാനീനിയോ പറഞ്ഞൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദ നോഷൻ ദാറ്റ് ന്യൂഡിറ്റി ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഈസ് ഇൻ മൈ ഒപ്പീനിയൻ an obsolete Victorian view. Yes, Victorian concept. Yet we speak of decolonizing Indian education. അപ്പോൾ ഞാൻ ചോദിച്ചതിലേക്കാണ് വീണ്ടും വരുന്നത്. ഈ വിക്ടോറിയൻ വ്യൂ, ഈ സദാചാരം ആരാണ് നമ്മളിൽ ഉണ്ടാക്കിയത്? വിക്ടോറിയൻ വ്യൂ ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷുകാർ. അത് ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരാണ് വിക്ടോറിയൻ വ്യൂ, വിക്ടോറിയയുടെ ആണ് സദാചാരം. ആ കാലഘട്ടത്തിലാണ് യൂറോപ്പിൽ പോലും അങ്ങനെ ആ കാലത്താണ് ഉണ്ടാകുന്നത്. കേരളം വളരെ ലിബറൽ, കേരളമല്ല ഇന്ത്യ മുഴുവൻ ലിബറൽ ആയിട്ട് സെക്സ് എന്ന് പറയുന്നത് അത് പ്രായോഗികമായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ ആസ്വദിക്കാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായി സെക്സ് പാപമെന്നുള്ള സെക്സുവൽ റിലേഷൻഷിപ്പിൽ പാപം എന്നുള്ള ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്താരാ? വിശ്വാസവും പാപവും. അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, അനാവശ്യമായിട്ട് നോക്കാൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അത് നമ്മുടെ സമൂഹത്തിൽ രൂപമായി. അപ്പം ഇതിൻ്റെ അതേ സമയത്ത് തന്നെയാണെന്നേ പുരുഷന്മാർ
നാഗാ സന്യാസിമാർ നടക്കുന്നത്. ഇനി 2, വിക്ടോറിയൻ വ്യൂവിൻ്റെ കാലത്ത് പോലും ചെയ്യാത്ത അവർ ഭരിച്ചിരുന്നപ്പോൾ പോലും ഓറിസയിലെ കോണാർക്ക് അവിടുത്തെ പ്രതിമകൾ എങ്ങനെയാണ്, കൊജരാവിലെ എങ്ങനെ പ്രതിമകൾ, ഇതൊക്കെ പൊളിച്ചു കളയോ? ഇവിടെ മൂടാൻ വന്നു, എവിടെയാണ്? മലമ്പുഴയിൽ മൂടാൻ വന്നു. പക്ഷെ അത് അവിടെയുണ്ട്, കോണാർക്കിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ആരും അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്ര, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ടൂറിസ്റ്റ് പോവാണ്. അവിടെ പോകുന്ന കുട്ടികളിലൊക്കെ ഇവിടെ ഡാൻസിങ് ഗേളിനെ മൂടി എന്ന് പറഞ്ഞല്ലേ, അവിടെ പോകുന്ന കോണാർക്കിലൊക്കെ പോകുന്നവർ കണ്ണ് കെട്ടിക്കൊണ്ടാണ് പോകുന്നത് പിള്ളേരുടെ. അല്ലല്ലോ, എത്രയോ ലക്ഷങ്ങൾ കാണുന്ന സ്ഥലമാണ്. അപ്പൊ ഇതിനെ നമ്മൾ അവതരിപ്പിക്കുന്ന, ഞാനോ നിങ്ങളോ അത് മാനേജ് ചെയ്യുന്നവർ അവതരിപ്പിക്കുന്ന കോണ്ടക്സ്റ്റാണ് പ്രധാനം. ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ സ്റ്റേജിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. കാരണം അവർക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു താല്പര്യമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. അവർക്ക് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി ഇപ്പം നിലനിൽപ്പിൽ കാര്യമായ ഒരു കാര്യം പറയാനില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോഴാണ് എത്രയോ കൊല്ലം മുമ്പുള്ള നാടകയത്. ഡിവൈഎഫ്ഐയുടെ എത്ര മീറ്റിംഗ് കഴിഞ്ഞു, SFIയുടെ എത്ര മീറ്റിംഗ് കഴിഞ്ഞു, അന്നൊന്നും അവതരിപ്പിക്കാത്ത ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 10 വർഷം മുമ്പ്, ഒരു 6 മാസം മുമ്പാണ് ഇവർ അവതരിപ്പിക്കരുത്. എന്തായാലും വെച്ചു. എന്താ കാര്യം? എന്താ? ഒരു സമൂഹത്തെ പണക്കാൻ അവർ താല്പര്യമില്ല, വോട്ട് വേണം. ഇപ്പോൾ അവർക്ക് ആരുടെയും വോട്ടില്ലാത്തതുകൊണ്ട് ആരെയും തെറി പറയാം. ഒരു സമൂഹത്തിൻ്റെ വോട്ട് അവർക്കില്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ബോൾഡായിട്ട് നിലപാടെടുക്കുന്നത്. അല്ലെങ്കിൽ ചെയ്യല, ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആരാ ചെയ്യുക? കോൺഗ്രസ് ചെയ്യും. അല്ല, കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ താങ്കൾ പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം കളിക്കാത്തത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് താങ്കളൊന്ന് പറയും? ഇല്ല, ഞാൻ എല്ലാ പാർട്ടികളും സൗകര്യപൂർവ്വം മതവികാരം, ഇതില് ആ വാദം നിലനിൽക്കില്ല. ഞാൻ പറയട്ടെ, എന്താണ് ഡിവൈഎഫ്ഐയുടെ ചുമതല എന്ന് പറയുന്നത് ഭരണത്തിലില്ലാതിരിക്കുമ്പോ ആരാണ് ഭരണത്തിലിരിക്കുന്നത് അവരെ കുറ്റം പറയുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കോൺഗ്രസിന്റെ മേന്മ പറഞ്ഞു കളിക്കണം. കോൺഗ്രസിന്റെ മേന്മ പറയുന്നില്ലല്ലോ. ഡിവൈഎഫ്ഐ ഇപ്പോൾ ഇത് ചെയ്യുന്നത്, എന്റെ ജോലി വേറെ കോൺഗ്രസിന്റെ മേന്മയെ കുറിച്ചുണ്ടല്ല. ഇവിടെ ഇത് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണോ ഡിവൈഎഫ്ഐ ആണോ? ഡിവൈഎഫ്ഐ. അപ്പൊ ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഒരു വിഷ്ണുദാസ് പോലും പിന്തുണ അറിയിച്ചു. അല്ല ഇതിനകത്ത് പിന്തുണയ്ക്കേണ്ട ഒരു വസ്തുതയല്ലേ അത് ശരിക്കും? അതിനകത്ത് തെറ്റുണ്ടോ? തെറ്റിനെ കാരണം എവിടെയാണെന്നറിയോ? ഇത് ഇപ്പൊ നാഗാ സന്യാസിമാരെ അനുകൂലിക്കുകയും ജോസഫ് PJ ആന്റണിയുടെ 6ാം തെരുവിനെ നിരോധിച്ചതിനും എതിരായി ഒരു നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഇതിപ്പോൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ധാർമ്മിക ബോധം, ഇത്തരം കാര്യങ്ങൾ പ്രായോഗികമായ ഒരു ബോധം ധാർമ്മിക അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഈക്വലായിട്ട് വരണ്ടേ, ബാലൻസ്ഡ് ആയിട്ട് വരണ്ടേ. ഇത് ബാലൻസ്ഡ്. നമ്മുടെ ഇവിടുത്തെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ആളും തരവും സമുദായവും റേസും ഒക്കെ അനുസരിച്ചാണ്. നമ്മുടെ എല്ലാ സദാചാര സങ്കല്പങ്ങളും അങ്ങനെയാണ്, അല്ലേ? അല്ല, ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, മെയിൻ ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്നേഹലത റെഡ്ഡി അടിയന്തരാവസ്ഥ കാലത്ത് അവര് അനുഭവിച്ച യാതന, അതിലുള്ള കഥാപാത്രത്തെയാണ് ഈ ചിന്നു എന്ന് പറയുന്ന എന്താണ് ആ പെൺകുട്ടി ഇതിൽ അവതരിപ്പിക്കുന്നത്, ചിന്നു ചിലങ്ക. എന്താണ് അപ്പം അവര് അന്നേരം ആ ജയിലിൽ അവരെന്താണോ വസ്ത്രം ധരിച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷനെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഇങ്ങനെ അർദ്ധനഗ്നമായിട്ട് വരുന്നതിൽ ആർക്കാണ് ഇത്ര കുരുപൊട്ടുന്നത് എന്നുള്ളതാണ്. അല്ല, അത് ആ ഒരു പ്രശ്നം, അത് അങ്ങനെ വരുന്നത് എന്തോ കുഴപ്പമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സദാചാരം ഇപ്പൊ ഇവിടെ ഈ ഡാൻസിങ് ലേഡിയുടെ ഈ നഗ്നത മൂടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ല, ആ സദാചാര ബോധം നിലനിൽക്കുന്നുണ്ടോ ഒരു വിഭാഗത്തിന്റെ ഇടയ്ക്ക്? ഒബ്സല്യൂട്ട് എന്താണ് വിക്ടോറിയൻ വ്യൂ, ഒബ്സല്യൂട്ട് കൺസെപ്റ്റ് ആണ്. എന്താണ് ഇതിന് വിക്ടോറിയയുടെ രാജ്യം ഇംഗ്ലണ്ടിൽ ഇപ്പൊ നടക്കുന്ന എന്താ? എത്രയോ സ്ഥലത്ത് ന്യൂ ബീച്ച് ഉണ്ടോ, ഇല്ലേ? അത് വിക്ടോറിയൻ. അവര് നന്നായി, നമ്മൾ മോശമായി. അവര് നന്നായി, നമ്മൾ പിന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരതൊക്കെ കടന്നങ്ങ് പോയി ബാറും ഡാൻസ് ക്ലബും DJ പാർട്ടികളും ഒക്കെ ആയിട്ട് അവർ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇവിടെ DJ പാർട്ടിക്ക് എങ്ങനെ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞാൽ പറയുന്നത് പോലും തെറ്റാണ്. പെൺകുട്ടികൾ പോയി എങ്ങനെ ഇരിക്കും? പക്ഷെ ആ കാലം മാറിയേ. നിങ്ങൾക്ക് നാഗാ സന്യാസിമാർ അവിടെ നഗ്നരായി കുളിക്കുന്നത്, അവിടെ ചെല്ലിയ ആ കുളത്തിൽ, ആ നദിയിൽ, ഗംഗാ നദിയിൽ തന്നെ നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ നഗ്നതയെപ്പറ്റി, പുരുഷ നഗ്നതയെ പറ്റിയോ സ്ത്രീ നഗ്നതയെ പറ്റിയോ പറയാനുള്ള അവകാശമില്ല എന്നുള്ള മറക്കരുത്. അതവിടെ ആസ്വദിക്കുക, കതിരാവ് പോയി ആസ്വദിക്കുക. അതിന് ഫോട്ടോ എത്ര വേണേ ആൽബം വേണേ ഇറങ്ങും. കോണാർക്കിൽ പോയി ഇതാണ്. അന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് നഗ്നതയാണ്, 6ാം തിരുമ പറഞ്ഞ പോലെ ഇത് പറയാൻ പാടില്ല. ഇതിനകത്ത് ഖുർആനെ പറ്റി പറയുന്ന വാചകം വേണം പറയാം, കിതാബിൽ പറയുന്നത്. അത് എന്നാ അവിടെ ഖൂറിമാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഇസ്ലാമിക് കൺസെപ്റ്റാണ്. സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് കഫീറായിട്ട് 10 കഫീറുകളെ കൊന്നിട്ട് സ്വർഗത്തിൽ ചെന്നാൽ ഹൂറിമാർ നമ്മളെ കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ആ കൺസെപ്റ്റിനെ മതപരമായൊരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പകരം കൗണ്ടർ ഇപ്പോഴും ഇങ്ങോട്ട് ഹിന്ദുമതത്തിൻ്റെ പേരിൽ വരികയാണ്. അപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ ഫലം എന്താ? ഇപ്പം ഇത് ഇത്രയും നാളുകൾ അവതരിപ്പിക്കാതിരുന്ന മീസ എന്നുള്ള നാടകം. എൻ്റെ പ്രശ്നം അവിടെയുള്ളൂ. ചില വിഷയങ്ങൾ, നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ പൊക്കിയെടുത്ത്
കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അത് നാച്ചുറൽ പ്രോസസ്സിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്ന കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ എല്ലാം ഇവിടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല വെച്ചാൽ അടിയന്തരാവസ്ഥ കാലത്തെ ഭരണകൂടത ഭീകരതയാണല്ലോ ഇത് ചോദ്യം ചെയ്യുന്നത്. ഇതിലിപ്പോ ആ നാടകം അവതരിപ്പിക്കുന്നതിന് കോൺഗ്രസ്സുകാർക്ക് പോലും ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഈ അർദ്ധനഗ്നത കാരണം നിങ്ങൾക്ക് എന്തിനാണ് ഈ കുരു പൊട്ടുന്നത്? ഈ കുരുപൊട്ടൽ ആരാ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. വേറെ ഒരു ചോദ്യമില്ല ഇവിടെ. അത് നമ്മുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയൻ സദാചാരം എന്ന് പറയുന്ന ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഇൻട്രൊഡ്യൂഷനോടുകൂടി ജനങ്ങൾ കുറെ ആൾക്കാർ ആ സാംസ്കാരിക ഇതിൽ വന്നു. ഇന്ന് നിങ്ങൾ നോക്ക്, ഡ്രസ്സിന്റെ കാലത്ത് എന്തെല്ലാം ചെയ്തു വന്നു, വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രം ആലോചിക്കും. അത് പറയാൻ കുഴപ്പമില്ലല്ലോ. അതായത് ആദ്യം ഈ കണങ്കാല് വരെ മൂടുന്ന പാവാടയായിരുന്നു പെൺകുട്ടികൾക്ക്. അപ്പോൾ ഇത്രയും ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൺകുട്ടികൾക്ക് ഭയങ്കര ഒരാശ്വാസമാണ്. കണങ്കാല് അത് കയറി ഇവിടം വരെ അങ്ങനെ വന്നു. അതുപോലെ കക്ഷം ബ്ലൗസ് ഉള്ളവരുണ്ടായിരുന്നു, സ്ലീവ്ലെസ് ഉണ്ട്. ഈ ബ്ലൗസിൻ്റെ നീളം ഇവിടം വരെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് ഇങ്ങനെ വന്നു. എന്തിന്? നമ്മുടെ ടെന്നീസ് കളിക്കാരികളുടെ അല്ലെ വനിതാ വോളിബോൾ കളിക്കുന്നവരുടെ ബീച്ച് വോളി കളിക്കുന്നവരുടെ യൂണിഫോം എന്തായിരുന്നു? ടെന്നീസിനൊക്കെ ആദ്യം ഇത്ര വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയത്? എന്നിട്ട് അതേ വർഗം അതേ ഭാഗത്തു നിന്ന് തന്നെ ഇതേ വിഭാഗം തന്നെ സദാചാരത്തെ കുറിച്ച് പറയും. അവിടെ തർക്കമുള്ളൂ. ഇവിടെ തർക്കമില്ല. അത് തുറന്ന് പറയാൻ തയ്യാറാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു നാടകത്തിലെ ഡിവൈഫൈക്കാർ അനവസരത്തിൽ അനൗചിത്യം ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇനിയും ഇവർ ചെയ്യണം, കോളേജ് യൂണിവേഴ്സിറ്റി കോമ്പസിൽ ഇത് ചെയ്യണം, എല്ലാ സ്ഥലത്തും ചെയ്യാൻ നോക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം. എത്രയോ ഡിവൈഫൈ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും നമ്മൾ കഴിഞ്ഞു. ഡിവൈഫൈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചു. ഞാൻ പറഞ്ഞ 75-76 എത്ര വർഷം കഴിഞ്ഞ് മുമ്പുള്ള സംഭവം, വീണ്ടും ആവർത്തിക്കുന്നു. ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. ഭരണകൂട ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ ടെങ്സിയാപ്പിങ്ങിന്റെ ഭീകരത എല്ലാം എല്ലാവരും സിദ്ധാർത്ഥൻ മരിച്ചതിനെ പറ്റി പറയണ്ടേ? തുണിയില്ലാതെ അടിച്ചു കൊല്ലുകയല്ല പൂക്കോട്ട്, അത് പറയണ്ടേ? ഭരണകൂട ഭീകരതയെ പറ്റിയാണ് മധു എന്ന് പറഞ്ഞ ആദിവാസി എങ്ങനെ വെറുതെ അനാവശ്യമായ വാദമല്ലേ സാറേ? വാദം ഇത് തെറ്റിനെ എതിർക്കുമ്പോൾ ആരാ പറയാ? തെറ്റിനെ എതിർക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയത്തിലെ തെറ്റുകളെ പറ്റിയിട്ട് കോൺഗ്രസ്സുകാരാണോ പറയാറ്? അല്ല, കോൺഗ്രസ്സുകാർ പറയാ ഇപ്പൊ ഭരിക്കുന്ന. നിങ്ങൾ അങ്ങനെ ഒരു മാതൃകയെ കാണിച്ചു. നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സിദ്ധാർത്ഥനില്ലേ, ഇപ്പൊ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് സിദ്ധാർത്ഥനില്ലേ, പിന്നെ ജിഷ്ണു മറ്റേതില്ലേ മറിച്ചതിലേക്ക് പറയുന്നുണ്ട്. ഇവിടെ സ്വന്തം രാഷ്ട്രീയത്തിലെ തെറ്റുകുറ്റങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന നമുക്ക് അങ്ങനത്തെ മുൻ മാതൃകകൾ ഇല്ലെന്നേ. എല്ലാവരും സ്വന്തം രാഷ്ട്രീയത്തെ സംസാരിക്കുന്ന ആളുകളാണ് ഇവിടെ. പിന്നെ നിങ്ങൾ ഡിവൈഎഫ്ഐയോട് ഇപ്പൊ എ കെ ഗോപാലിന്റെ കാര്യം ഞാൻ പറയാം. എ കെ ഗോപാൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാ. എ കെ ഗോപാലിനെ പോലെ ഇപ്പം നമ്മളത് വേറെ സബ്ജക്ട് ഡൈവേർട്ട് ചെയ്യും. എന്നാൽ പോലും എ കെ ഗോപാലൻ കാണിച്ച് തൻ്റെ ഉള്ളവരുണ്ട്. ശബരിമലക്ക് പോകുന്നതിന് ഭയങ്കര ബഹളം, കോട്ടയത്ത് സമരം നടക്കുന്നു. അന്ന് എ കെ ഗോപാലൻ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. കോട്ടയം സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോൾ ഈ ബഹളം കാരണം ഇവരോട് ചോദിച്ചു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന അയ്യപ്പന്മാരുടെ എ കെ ഗോപാലൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചാൽ പോരെന്ന് ചോദിച്ചു. എ കെ ഗോപാലൻ ചോദിച്ചു. അത് എ കെ ഗോപാലിനെ ചോദിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ. എത്രയോ കൊല്ലങ്ങളായിട്ട് സ്ത്രീകൾ കയറാതിരിക്കുന്നു. എത്ര സ്ത്രീകൾ അവിടെ പോയി? സ്വയം പോയ സ്ത്രീകൾ എത്രയുണ്ട്? അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഇതൊരു സാമൂഹ്യ ഇഷ്യൂ ആണ്. കലയുടെ മാത്രം പ്രശ്നമല്ല. ഈ നാടകം അവതരിപ്പിച്ച് പോവുക എന്നുള്ളതല്ല. നാടകം അവതരിപ്പിച്ച് പോയി അവിടെ കലാപം ഉണ്ടായി ഒരു 10 പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ 50 പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ നാടകം അവതരിപ്പിക്കുന്നതിനെതിരാണ്. അതില്ല, നിലവിൽ ആ സാഹചര്യം നിലവിലില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളാണ് വളർത്തിയെടുക്കുന്നത്. ഈ കാശ്മീരിലെ ഒരു പള്ളിയിലെ രോമത്തിന് മുസ്ലിം വിശുദ്ധരുടെ രോമമാണ്, അത് എന്നെ അവഹേളിച്ചെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടായി. ശ്രീനഗർ കത്തി. നമ്മുടെ ജനം അത്രയാന്നേ, അത് വിചാരിക്കുക. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് പറയണമെങ്കിൽ അല്ല, ഇവിടെ ഒരു മതപരമായ വിഷയമല്ലല്ലോ. ഇത് മതപരമായ വിഷയം ആവുകയാണല്ലോ. ഇത് കിതാബ് എങ്ങനെ മതപരമായ വിഷയമായത്? അല്ല, കിതാബ് അത് കണ്ടക്സ്റ്റ് വേറെ, ഇത് കണ്ടക്സ്റ്റ് അല്ല. എഴുത്തുകാരനാരാ ഈ നാടകത്തിന്റെ? ഇപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്കിതിനെ വായിക്കാം. ഇപ്പൊ ഇറാനിൽ മഹ്സ അമീനി എന്ന് പറയുന്ന സ്ത്രീ, എന്തിനാ സ്ത്രീ എന്താണ് ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായിട്ടുള്ള ഒരു സ്ത്രീയാ മഹ്സ അമീനി. പോലീസുകാർ അടിച്ചു വന്നു. ഹിജാബ് കൃത്യമായി ധരിച്ചില്ല എന്നതിന്റെ പേരിൽ. കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇത് കണക്ട്, പക്ഷെ അതിവിടെ ചെയ്യുമോ? അതിവിടെ ചെയ്യുമെന്നുള്ള പ്രശ്നം ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞത്, ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ
അപ്പൊ നമുക്ക് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി, ആരാണ് യഥാർത്ഥത്തിൽ സദാചാരവാദികൾ. സദാചാരം എന്ന് ഒന്നും ഇല്ലാത്തതിന് ആര് വാദിക്കാനോ, ഇതുണ്ടെന്ന് പുറമെ പറയുന്നവരായിരിക്കും ഏറ്റവും വലിയ സദാചാരം ഇല്ലാത്തവൻ. അല്ല, ഈ ഹിജാബ് ഇല്ലാത്തതിന്റെ പേരിൽ ഭരണകൂട ഭീകരത നേരിട്ടവര്, അതിന്റെ ആ സ്ത്രീ, അത് സദാചാരല്ലേ? അല്ലേ? സദാചാരം അല്ലല്ല, നടക്കുന്നുണ്ട്. സദാചാരം ലംഘിക്കുന്നത് ഇവിടെ എന്താണ്, കടൽ തീരത്ത് ഇറങ്ങിയിട്ട് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചെറുപ്പക്കാര്, യുവാക്കള് പോയിട്ട് എന്താണ് വസ്ത്രധാരണെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ എന്താണ് പാവാട ഇടാനായിട്ട് ഉള്ള ഈ ചിന്ത നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? അതിന്റെ അത് നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. ഇത് സദാചാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ആർക്കും ഞാൻ DYFI അവതരിപ്പിച്ച നാടകത്തിന്റെ അതിന്റെ ഔചിത്യം ഞാൻ ചോദ്യം ചെയ്ത്, നാടകത്തെക്കുറിച്ചല്ല ഞാൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ചോദ്യം ചെയ്തത്, മറിച്ച് ഏത് രംഗത്ത് സദാചാരം ഉണ്ട്, ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഹൈന്ദവ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട്, മുസ്ലിം മധ്യ കൊച്ചു പിള്ളേരോട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യാനികളുടെ സെമിനാരികളുമായി ബന്ധപ്പെട്ട്, എല്ലാ കോൺവെന്റുകളുമായി ബന്ധപ്പെട്ട് എത്ര പീഡനത്തിൻ്റെ കേസാപുരം സദാചാരബോധം ഇവിടെയൊക്കെ ഉണ്ടോ? പക്ഷെ ഇവരൊക്കെയാണ് നാളെ വഴി പ്രകടനത്തിന് കാണുന്നത്. ഈ നാടകത്തിന് ഇത് കാണിക്കാൻ പറ്റിയിരുന്നത് ബഹളം വയ്ക്കാൻ പോകുന്നു ഇവരൊക്കെ തന്നെയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ദുര്യോഗമാണ്. അത് നമ്മൾ കാണുക, അനുഭവിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ.